പക്ഷെ നമ്മൾ മരിക്കുമ്പോ എല്ലാവരും നമ്മൾ ഒഴിഞ്ഞു പോയതിൽ സന്തോഷിക്കുന്ന ഒരു അവസ്ഥ വരുത്തരുത്. എത്ര ആളുകൾ മരിക്കുമ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ആരും അപ്പോഴൊന്നും അത് പറയില്ല, പക്ഷേ പിന്നീടൊക്കെ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. അയാൾ ഭയങ്കര ഇതൊന്നും വേണ്ട, നിങ്ങൾ കേട്ടിട്ടില്ലേ ചില സ്ഥലങ്ങളിൽ, ഓ പാവം ആ പെണ്ണനുഭവിച്ച ത്യാഗം, ഇനിയെങ്കിലും അവക്കൊരു സ്വസ്ഥത കിട്ടുമല്ലോ എന്ന് മയ്യത്തെടുക്കുമ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത് കേൾക്കാം. അവർക്ക് ഇതാണല്ലോ ജോലി. ഓ എങ്ങനെ കിടക്കുക, ചക്കച്ചുള പോലെ നടന്നവനാ, ഇപ്പം മാങ്ങാ പാണ്ടി കണക്ക് കിടക്കുന്നതൊക്കെ പറഞ്ഞ പെണ്ണുങ്ങൾ വരുന്നത്. അതൊക്കെ വലിയ തെറ്റാ, നമ്മളതൊന്നും പറയണ്ട. ഈ കാണൽ തന്നെ സുന്നത്തില്ല. ഇനി ആരെങ്കിലും ഉണ്ടോ ഈ പിന്നെ ബസ് സ്റ്റാൻഡിൽ ബസ്സിൽ ആള് കയറ്റുന്നത് പോലെ ചോദിക്കുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ജീവിച്ചിരിക്കുമ്പോ ഒന്ന് പോയി കാണാത്തവനാ മരിച്ചപ്പോ ആളുകളുടെ ഇടയിൽ തിക്കിത്തിരക്കി ഓടുന്നതില്ലേ. ചൂടുള്ളപ്പോ സ്നേഹം കൊടുക്കണം. ചൂട് മാറി തണുത്തുറയ്ക്കുന്ന ശരീരത്തില് നിങ്ങൾ ആ സ്നേഹം കൊടുത്തിട്ട് കാര്യമില്ല. ചൂടുള്ളപ്പോ സ്നേഹം കൊടുക്കണം, അതിന് കഴിയണം. ജീവിച്ചിരിക്കുമ്പോ ഒരു തുള്ളി വെള്ളം കൊടുക്കൂല, മരിച്ചു കഴിഞ്ഞാൽ പറയുന്നത് എന്താ, അയ്യോ എനിക്കൊരു തുള്ളി വെള്ളം കൊടുക്കാൻ പറ്റിയില്ലേ, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ വാങ്ങിക്കൊടുത്തില്ലേ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജീവിച്ചിരിക്കുമ്പോ നല്ല നിലയിൽ അവർക്ക് വയർ നിറച്ച് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞോ? അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ കാരണമാണ് നിസ്സാരമല്ല. നമുക്ക് ജീവിതത്തിൽ ബറക്കത്തില്ലെങ്കിലും കുഴപ്പമില്ല ഉസ്താദേ, ഞങ്ങൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളാം. പക്ഷേ ഏറ്റവും ഗുരുതരമായത് മഹാനായ അബുൽ ഖാസിം അൽ ഹകീം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഏതെങ്കിലും പാപങ്ങൾ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, മരിക്കാൻ നേരത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഏതെങ്കിലും പാവം ഉണ്ടോ തങ്ങളെ എന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞെന്താണെന്നറിയോ? ഈ പറയുന്ന തെറ്റുകൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈമാൻ മരണപ്പെടുന്ന സമയത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ചെറുകുളം പള്ളിയിലെ ഖബർസ്ഥാനിൽ അടക്കി എന്ന് പറയുന്നത് പരലോക വിജയത്തിന് ക്വാളിറ്റി അല്ല. സജീർ ഫൈസി ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു എന്ന് പറയുന്നത് സ്വർഗപ്രവേശനത്തിന് കാരണമല്ല. ഏതെങ്കിലും മുസ്ലിം പള്ളികളിലെ ഉസ്താദുമാരും അതുപോലെ തന്നെ അവിടുത്തെ ഭാരവാഹികളും മയ്യത്ത് നമസ്കാരത്തിന് ശേഷവും വീട്ടിൽ വന്ന് അനുശോചന യോഗം വെച്ചു എന്നത് ഒരിക്കലും നിനക്ക് സ്വർഗപ്രവേശനത്തിന് കാരണമാണെന്ന് കരുതരുത്. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നത് ഈ പറയുന്ന ഉസ്താദിനോ കമ്മിറ്റിക്കാർക്കോ പൊതുസമൂഹത്തിനോ ഒന്നും കാണാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ നിന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നത് 3 കാരണങ്ങൾ കൊണ്ടാണ് എന്ന് അബുൽ ഖാസിം അൽ ഹകീം റളിയല്ലാഹു അൻഹു പറയാ. ഒന്നാമത്തേത് തർക്കു ശുക്രി അലൽ ഇസ്ലാം. നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടുണ്ടോ അത്? തർക്കു ശുക്രി അലൽ ഇസ്ലാം, മുസ്ലിമാക്കിയതിന് അതിന്റെ പേരിൽ ഒരു നന്ദി, അൽഹംദുലില്ലാഹ്, ഓ ഞാനൊരു മുസ്ലിം ആയല്ലോ. അതിന്റെ പേരിൽ ആരാ വണ്ടി എടുക്കുമ്പോ അൽഹംദുലില്ലാഹ്. ഓ ഒരുത്തം വന്നിട്ട് പറയാം, മൈലേജ് കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. അത് പിന്നെ അങ്ങനെ ദ്വാരെന്നാ കിട്ടും? എണ്ണ അടിച്ചേ പറ്റുള്ളൂ. ആ കമ്പനി പറയണ മൈലേജേ കിട്ടുള്ളൂ, അല്ലാതെ ദ്വാരെന്നും പറഞ്ഞ മൈലേജ് ഒന്നും കിട്ടൂല. വണ്ടി എടുക്കുമ്പോ അൽഹംദുലില്ലാഹ്. വീട് വെച്ചിട്ട് പാലാച്ചിന് വന്നിട്ട് ചോദിക്കും, എങ്ങനെ സജീർ ഫൈസി ഉസ്താദിന്റെ വീട് പാലാച്ചി കഴിഞ്ഞുള്ളൂ, നല്ല മനോഹരമായ വീട് അൽഹംദുലില്ലാഹ്. ഉസ്താദുമാരുടെ ഒക്കെ വീട് അങ്ങനെ വേണം. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ആ മുസ്ലിയാക്കന്മാർക്ക് പിന്നെ ചെറ്റക്കൂര അതല്ല. ഉസ്താദുമാർക്ക് അൽഹംദുലില്ലാഹ് ഒരു 90% ആളുകളും ചെറുകുളത്ത് നിന്ന് അവിടെ എത്തി. അല്ലേ ഉസ്താദെ? ചെറുകുളത്ത് നിന്ന് അവിടെ എത്തി. ആ സന്തോഷത്തില് കല്ലിട്ടത് ഒക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളാണ്. കല്ലിട്ടതൊക്കെ ഉസ്താദ് അവറുകളാ. കൂട്ടത്തിൽ നമ്മളുണ്ടായിരുന്നു. അത് വലിയൊരു കോൺക്രീറ്റ് ഞാനല്ലേ അതാ താമസിച്ചത്. അപ്പൊ ഏതായാലും ആലിമീങ്ങളെ കൊണ്ടല്ലേ ജയിപ്പിക്കണം, നമ്മളെ കൊണ്ട് കോൺക്രീറ്റ് ഇട്ട. അപ്പൊ ഈ നിലയിൽ നമ്മള് നല്ല വീട്, മനോഹരമായ വീട് അൽഹംദുലില്ലാഹ്. ജീവിതത്തിന്റെ ഒരു സ്വപ്നമാണ് ഓടി നടന്നൊരു വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. നല്ല വീട് വെക്കണം. മസ്കൻ, ഖുർആൻ പറഞ്ഞത് മസ്കൻ, ദാറ്, ബൈത്ത് എന്ന 3 കാര്യമാണ് ഈ വീട്ടിന് പറഞ്ഞത്. മസ്കൻ സമാധാനം. ചെറുകുളത്ത് കിടന്നാലും സമാധാനം ഉണ്ടാവൂല. സമാധാനം കിട്ടണമെങ്കിൽ വീട്ടിൽ പോയി കിടക്കണം. കാലും കൈയൊക്കെ നിവർത്തി വെച്ച് തന്റെ മെത്തയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ കിട്ടുന്ന സുഖം ചെറുകുളം പള്ളിയിലല്ല, ഇനി ഒരു പള്ളി കിടന്നാലും കിട്ടൂല. കാരണം സമാധാനം നമുക്ക് എവിടെ 10,000 രൂപയുടെ ഫ്ലാറ്റ് എടുത്താലും കിട്ടൂല. കിട്ടുന്ന നമ്മുടെ സ്വന്തം വീട്ടിൽ വരണം. പിന്നെ ദാറെന്ന് പറഞ്ഞാൽ അല്ലത് യദൂറു ബിഹീന. നമ്മൾ എവിടെ പോയാലും, കൊടൈക്കനാൽ കറങ്ങാൻ പോയാലും മനസ്സ് ചുറ്റിപ്പറ്റി എവിടെ കിടക്കുക. യദൂർ എന്ന് പറഞ്ഞാൽ ചുറ്റാന്നാ, വീട്ടിനെ ചുറ്റിപ്പറ്റിയാ കിടക്കുക. അതല്ലേ ചില ആളുകൾ എടുത്തിട്ട് കൊടൈക്കനാൽ പോയാലും നോക്കും, വീടിന്റെ അപ്പുറ സൈഡ് ഇപ്പുറ സൈഡ് ക്യാമറ ഉണ്ടല്ലോ, കാരണം ചുറ്റിക്കിടക്കുകയാണ് അവിടെ. പിന്നെന്താ ബൈത്ത് എന്ന് പറഞ്ഞാൽ അത് യബീതു ബിഹി, എവിടെ കിടന്നാലും കിട്ടാത്ത സുഖം രാത്രി വീട്ടിൽ കിടക്കണമെങ്കിൽ നമ്മുടെ അവിടെ തന്നെ പോകണം. അതാണ് നല്ലൊരു വീട് അൽഹംദുലില്ലാഹ്. മനോഹരമായ വീട്. ആ വീട് ഇങ്ങനെ വെക്കുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമല്ലേ? ഉസ്താദുമാർക്ക് നല്ല വീട് വേണം. എന്റെ പള്ളിയിലെ ഇമാമിന്റെ വീടാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റണം.
നല്ല വീട് വേണം, അൽഹംദുലില്ലാ. അപ്പൊ ഈ വീടിന്റെ പാലയാച്ചിന് ആളുകളൊക്കെ വരുമ്പോ, ഞാൻ സജീർ ഉസ്താദ് പറഞ്ഞതല്ല പറയണ കേട്ടോ, ഞാൻ ഓർത്തപ്പം വീടിന്റെ കാര്യം അങ്ങനെ പറഞ്ഞു പോയതാ. നമ്മൾ പറയുന്നത് എന്താ? അൽഹംദുലില്ലാ, അല്ല തന്ന വീടാളെയാ അൽഹംദുലില്ലാ, അല്ല തന്നതാ അൽഹംദുലില്ലാ, അല്ല തന്ന വീട് അൽഹംദുലില്ലാ. 1000 വട്ടം പറയും എല്ലാവരും അല്ലേ. കയറിയിരിക്കും മാമി, അള്ളാഹു തന്ന വീടാ അൽഹംദുലില്ലാ, മദിനി കയറിയിരിക്കും അല്ല തന്ന വീടാ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കയറ്റിയിരുത്തും. പക്ഷെ ഈ പറച്ചിൽ ജീവിതത്തിൽ അൽഹംദുലില്ലാ, എന്നെ മുസ്ലിം ആക്കി, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഓ പടച്ചോനെ ഞാൻ മുസ്ലിം അല്ലല്ലോ, മുസ്ലിം ആകാതിരുന്നില്ലല്ലോ. അങ്ങനെ മരിക്കുന്ന നേരത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മെഹ്റാബിന്റെ പിന്നിൽ നിന്ന് ഒളിഞ്ഞിരുന്നിട്ട് അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന സത്യനശേരി വലീദ് ബിൻ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിന്റെ ഖാദിമായിരുന്ന വലിയായിരുന്ന അദ്ദേഹത്തിന്റെ ജോലിക്കാരനായിരുന്ന ഈ അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന ഭിഖാരി ഇരുതല മൂർച്ചയുള്ള കത്തി ഉമർ ഫാറൂഖ് തങ്ങളുടെ അടിവയറ്റിലേക്ക് കുത്തിക്കയറ്റുമ്പോൾ ആ മെഹ്റാബിൽ പടർന്നു വീണ് നേരം സുബഹിയുടെ സമയത്ത് മെഹ്റാബിനകത്ത് പടഞ്ഞു ഉമർ ഫാറൂഖ് തങ്ങളെന്ന കിസ്റയും കൈസറയും പറപ്പിച്ച ഖത്താബിന്റെയും ഹംദബയുടെയും മകനായ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പടയുമ്പോൾ ഉമർ തങ്ങൾ ചോദിച്ചത്, എന്നെ ആരാ കുത്തിയതെന്നാ ചോദിച്ചത്. എന്തിനാണ്? അതിന്റെ പേരിൽ ഒരു പ്രതികാരം നടപടിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല, അവനെയും തിരിച്ചു കുട്ടാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ആരാ എന്നെ കുത്തിയതെന്ന് ചോദിച്ചപ്പോൾ അത് ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മെഹ്റാബിൽ കിടന്ന് ചോരയിൽ കുളിച്ചു കിടക്കുമ്പോൾ വയറിൽ നിന്ന് ദയാഗ്ര വെള്ളച്ചാട്ടം പോലെ ചോര ചാലിട്ടൊഴുകുമ്പോൾ മഹാനായ ഉമർ ഫാറൂഖ് തങ്ങളുടെ കമീസ് മുഴുവനും ചെഞ്ചായമണിഞ്ഞപ്പോൾ മെഹ്റാബിനകത്ത് കിടന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഒരു മുസ്ലിമായ ഒരുത്തൻ, ഒരു സുജൂദ് ചെയ്യാത്ത ഒരുത്തൻ എന്നെ കൊന്നില്ലല്ലോ, നിനക്ക് സുജൂദ് ചെയ്യാത്ത ഒരുത്തൻ എന്നെ കൊന്നല്ലോ, അൽഹംദുലില്ലാ, അവനെ നാളെ ഞാൻ എടുത്തോളാം. സുജൂദ് ചെയ്തവനായിരുന്നെങ്കിലോ വലിയ പാടാ അവിടെ എടുക്കാൻ. അതാണ് എന്നെ മുസ്ലിമാക്കി, എന്നെ കൊന്നവൻ മുസ്ലിം അല്ലല്ലോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു. നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടോ? അൽഹംദുലില്ലാ, ഒരു എപ്പോഴെങ്കിലും ഞാനൊരു മുസ്ലിം ആയല്ലോ, അൽഹംദുലില്ലാ. നമ്മൾ പലപ്പോഴും പറയും, നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ ഉദ്യോഗസ്ഥന്മാരൊക്കെ കയറി അങ്ങനെ സലാം പറയാൻ പോകുമ്പോ, ഓഫീസിലൊക്കെ ഇങ്ങനെ ചിലപ്പോഴൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ ഇരിക്കുന്ന കാണാം. നമ്മളെ കാണുമ്പോൾ അതൊക്കെ ഫോണൊക്കെ എടുത്ത് വെച്ച് മാസ്ക് ഒക്കെ എടുത്ത് വെച്ചോളി. കാരണം എന്താ? നമ്മളെ ചെന്ന അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഇയാൾ അവിടെ ഇരിക്കുന്ന ഒരു അര മുസ്ലിം ആയിട്ടാ. ഞാൻ ഒറിജിനൽ മുസ്ലിം ഒന്നും അല്ല, പിന്നെ പള്ളിയിലൊക്കെ വെള്ളിയാഴ്ചയൊക്കെ കയറും എന്നൊക്കെ പറഞ്ഞാലേ ജോലിയൊക്കെ സ്ഥിരപ്പെടുകയും ശമ്പളമൊക്കെ കിട്ടുള്ളൂ. ചിലരുടെ കാര്യമല്ല പറയുന്ന ചിലര്. പക്ഷേ എന്തിനാ നമ്മളൊരു മുസ്ലിം ആയതിന്റെ പേരിൽ അഭിമാനിക്കുകയല്ലേ വേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയത് അതല്ലേ തർക്കു ശുക്രി അലൽ ഇസ്ലാം. മുസ്ലിം ആയതിന്റെ പേരിൽ ശുക്ർ ഒഴിവാക്കുന്നത് മരണം, ഈമാനില്ലാതെ മരിക്കാൻ കാരണമാണ് എന്ന് മഹാനായ അബുൽ ഖാസിമുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയാൻ സൂക്ഷിക്കണം. അതുകൊണ്ട് എപ്പോഴും അൽഹംദുലില്ലാ, നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് മക്കളല്ല, ഏറ്റവും വലിയ സൗഭാഗ്യം അൽഹംദുലില്ലാ മുസ്ലിമായി കിട്ടിയതാ. രണ്ടാമത്തേതോ തർക്കുൽ ഖൗഫി അലാ ദഹാബിൽ ഇസ്ലാം, ഇസ്ലാം നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ പേടി ഒഴിവാക്കൽ. അത് ഈമാൻ നഷ്ടപ്പെടാൻ കാരണമാണ്. നമുക്ക് അങ്ങനെ ഒരു പേടിയേ ഇല്ല. നമ്മുടെ പേടി എന്താ? അല്ലാഹുവേ, ഇനി ഇങ്ങനെയൊക്കെ പോയാൽ 2025 വരുമ്പോ എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കാനാ? 2025 വന്നാൽ 2026 കൂടെ വരും, അല്ലാതൊന്നും സംഭവിക്കാനില്ല. എന്ത് സംഭവിക്കാനാ സഹോദരങ്ങളെ? 2025 വരുമ്പോ എന്ത് സംഭവിക്കാൻ? ഒന്നും സംഭവിക്കാനില്ല. എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? ഇതിനു മുമ്പ് 2025 എന്ന് പറഞ്ഞ് നമ്മൾ ഭയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ആരൊക്കെ വന്നത്? ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയും ഏകാധിപതിയും ഭീകരവാദിയും വംശീയവറിയനുമായിരുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരിയായ ഭരണാധികാരി സാക്ഷാൽ ഫിർഔൻ. ആ ഫിർഔൻ വന്ന ലോകത്ത് ഇനി ആര് വന്നാ നമുക്കെന്താ? നമ്രൂദ് വന്ന ലോകത്തിന് ഏവം വന്നാ നമുക്കെന്താ? ഇത് ആദ്യത്തെ ഭൂതകാലം എന്ന് പറയാം. ഇനി ഫ്യൂച്ചർ എടുക്ക്, ഇനി ഭാവി എടുക്ക്. ദജ്ജാല് വരുന്ന, യജൂജ് മൗജൂജ് വരുന്ന, ദാബത്തുൽ അർള് വരുന്ന ഈ മണ്ണിൽ നമുക്ക് ഏവം വന്നാ എന്താ? ഏത് ഏവൻ വന്നാ എന്താ? ഒന്നും നമുക്ക് പ്രശ്നമല്ല. അൽഹംദുലില്ലാ. നമ്മൾ ഭയപ്പെടേണ്ടത് ഇവിടെ കിടക്കാൻ പറ്റുമോ, കിടക്കാൻ പറ്റൂലേ, നിൽക്കാൻ പറ്റുമോ, നിൽക്കാൻ പറ്റൂലേ, വോട്ടിടാൻ പറ്റുമോ, വോട്ടിടാൻ പറ്റൂലേ, റേഷൻ കാർഡ് കിട്ടോ കിട്ടാതിരിക്കോ, ഇതിനെപ്പറ്റിയുള്ള ചിന്തകൾ കളഞ്ഞിട്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോവോ ഇല്ലയോ എന്നതിനെ പറ്റി പേടിക്ക്. അള്ളാഹു ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതിൽ നമ്മുടെ ബറക്കത്ത്, നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാൻ കാരണമാണ്. എന്റെ വിഷയം അതല്ല, ഞാൻ പറയുന്നു മൂന്നാമത്തെ നമ്മുടെ വിഷയം. ഈമാൻ മരിക്കുന്ന സമയത്ത് ഊരപ്പെടാനുള്ള മൂന്നാമത്തെ കാരണം അൽലുമു അലാ അഹ്ലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ആളുകളെ ആക്രമിക്കുക എന്ന് പറയുന്നതാണ്. നമുക്ക് കഴിയോ?
കഴിയണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ കൈ ഒരിക്കലും അശുദ്ധമാകരുത്. ഒരാളെ നമ്മൾ ആക്രമിക്കരുത്. ഒരാളോട് നമുക്ക് ഒരു ദേഷ്യം, ഒരു പകയും ഒന്നും വേണ്ട. അള്ളാഹു നല്ല മുഅ്മിനീങ്ങളാക്കി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ബറക്കത്തിന് വേണ്ടി അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന് ദുആരക്കുമ്പോൾ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ദുൽമ് നമ്മൾ ഒഴിവാക്കുക. ഇനി രണ്ടാമത്തേതെന്നറിയോ? രണ്ടാമത്തേത് റമളാനൊക്കെയാണ് വരുന്നത്. ഇവിടെയൊന്നും അങ്ങനെ ഇല്ല. ചില പള്ളികളിൽ തലവേദനയാ സഹോദരങ്ങളെ. തർക്കം, റമളാനിൽ തർക്കം. നോമ്പ് പിടിച്ചുകൊണ്ട് ആഹാരം കഴിക്കാൻ വീട്ടിൽ പോണ്ട. ഒരിക്കൽ ഒരുത്തം വന്നിട്ട് ചോദിച്ചാൽ, നിങ്ങൾ ഈ പറഞ്ഞ ഹദീസ് ബുഖാരിയിലുണ്ടോ? ഞാൻ പറഞ്ഞു, ബുഖാരിയുടെ ഹദീസ് മാത്രമേ നിങ്ങൾ സ്വീകരിക്കൂ. അതെ, ബുഖാരിയുടെ ഹദീസ് അല്ലാതെ സ്വീകരിക്കും. ഞാൻ പറഞ്ഞത് മുഹമ്മദ് ബിൻ ഇസ്മായിലിന്റെ ഹദീസാണ്, അത് സ്വീകരിക്കൂ. അത് പിന്നെ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? മുഹമ്മദ് ബിൻ ഇസ്മായിലിന്റെ ഹദീസ് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? ബുഖാരിയുടെ ഹദീസാണെങ്കിൽ നമ്മൾ അംഗീകരിക്കും. ഞാൻ പറഞ്ഞേ, മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്ന് പറഞ്ഞ മൂപ്പര പേരാ. ബുഖാരി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ പേരാ, ബുഖാറ. അപ്പൊ പേരും സ്ഥലവും തമ്മിൽ തിരിച്ചറിയാത്ത നിങ്ങളാണോ ഈ വിഷയം പറഞ്ഞു നടക്കുന്നത്? ചില ആളുകൾ അങ്ങനെ തർക്കത്തിന്റെ ആളുകളാ. ഒഴിവാക്കണം. എന്തുകൊണ്ട് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണത്. കേട്ടോ, ബറക്കത്ത് നഷ്ടപ്പെടുന്ന രണ്ടാമത്തെ കാര്യമേതാ? വീട്ടിലായാലും തർക്കം വേണ്ട, പള്ളിയിലായാലും തർക്കം വേണ്ട, ഒരു കമ്മിറ്റിയായാലും തർക്കം വേണ്ട. അല്ല പറഞ്ഞത് വശാവിരുഹും ഫിൽ അംർ, കാര്യങ്ങൾ നിങ്ങൾ മുശാവറ ചെയ്യണം. എന്തിനാണ്? തർക്കിക്കാനല്ല. ഞാൻ പിടിച്ച മുയലിന് രണ്ട് കൊമ്പെന്ന് പറയാനല്ല. പിന്നെന്തിനാണ് മുശാവറ എന്നറിയോ? ഞാനൊരു കാര്യം പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന മറ്റൊരാൾ, ബഹുമാനപ്പെട്ട സജീർ ഫൈസിക്ക് വേറൊരു അഭിപ്രായം കാണും. അതായിരിക്കും ഞാൻ പറഞ്ഞതിനേക്കാൾ വലിയ കാര്യം. പക്ഷേ അവിടെ പറയുന്നു ബഹുമാനപ്പെട്ട കടക്കൽ റഷീദ് ഉസ്താദ്, അദ്ദേഹം പറയുന്ന കാര്യമാണ് അതിനേക്കാൾ കരണീയവും അനിവാര്യവും അഭികാമ്യവും. അതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് തീരുമാനമെടുക്കാം. പലർക്കും ബുദ്ധി പലതാണ്. അതുകൊണ്ട് മുശാവറ വേണം, തർക്കം പാടില്ല. മഹദിയായ ഉമ്മു ഔസുൽ ബഗ്ഫിയ, റളിയല്ലാഹു തആല അൻഹ സ്വഹാബിയത്തായ വനിതയാണ്. അവര് നല്ല മധുര പലഹാരം ഉണ്ടാക്കുന്നവരാ, നല്ല ഹൽവ ഉണ്ടാക്കുന്നവരാ, നെയ്യ് ചേർത്ത നല്ല മധുരപാനീയങ്ങൾ ഉണ്ടാക്കുന്നവരാ. ഒരു ദിവസം നെയ്യ് ചേർത്തിട്ട് ഒരു മധുര പലഹാരം ഉണ്ടാക്കിയിട്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, ആരംഭപ്പൂവിന്റെ അടുത്തേക്ക് പോവുകയാ. എന്നിട്ട് പറഞ്ഞു, യാ ഹബീബേ, ഇത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ, അങ്ങ് കഴിച്ചാലും നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സന്തോഷത്തോടെ വാങ്ങിയിട്ട്, ഹദിയ റസൂലുള്ള തള്ളിക്കളയൂലല്ലോ. ഹദിയ തന്നാൽ ഒരാളും നിരാകരിക്കരുത്. ആര് ഹദിയ തന്നാലും തള്ളിക്കളയരുത്. അത് പൊന്നുപോലെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അത് പൊന്നുപോലെ നമ്മൾ ഏറ്റുപിടിച്ച് വീട്ടിൽ കൊണ്ട് ഭവ്യതയോടെ വെക്കണം. അതാർക്കും നമ്മൾ കൊടുക്കാനും പാടില്ല. പ്രിയപ്പെട്ടവരെ, ചില ഹദിയകൾ നമുക്ക് കിട്ടിയാൽ അത് പൊന്നുപോലെ സൂക്ഷിക്കേണ്ടതാ. പക്ഷെ ഞാൻ ഫഖറായി പോകുമോ എന്ന് ഭയന്നുകൊണ്ട് ഒന്നും ഞാൻ പറയുന്നില്ല. എന്റെ പ്രസംഗ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ വലിയ സൗഭാഗ്യങ്ങൾ, കുറച്ച് സൗഭാഗ്യങ്ങൾ വലിയ മഹാന്മാർ ഉപയോഗിച്ചിരുന്നത്, വലിയ മഹത്തുക്കൾ ധരിച്ചിരുന്നത്, വലിയ മഹാന്മാരുടെ ശരീരവുമായി കൂടുതൽ ബന്ധമുണ്ടായിരുന്നത് എനിക്ക് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടവരൊക്കെ തന്നിട്ടുണ്ട്. അത് ഞാൻ വളരെ നിധിയായി പെണ്ണുപോലെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ട് കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹദിയ തരുന്നതൊന്നും കളയാൻ പാടില്ല. ഈ പാവപ്പെട്ട ഉമ്മു ഔസുൽ ബഗ്ഫിയ എന്നവര് കൊണ്ടുകൊടുത്ത തേൻ, ആ നെയ്യ് ചേർത്ത മധുര പലഹാരം അല്ലാഹുവിന്റെ റസൂൽ തിരി കുറച്ച് കഴിച്ചിട്ട് കൊണ്ട് ബാക്കി കൊടുത്തിട്ട് പറഞ്ഞു കഴിച്ചോളാൻ പറഞ്ഞു. നോക്കുമ്പോൾ അതിനകത്ത് പൂർണ്ണമായി തന്നെ ഇരിക്കുന്നു. അവർക്ക് വലിയ സങ്കടമായി. അവര് ചോദിച്ചു, നബിയെ അങ്ങ് കഴിച്ചില്ലേ? കഴിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ഇദ്ഹബീ തഅകുലി സംനഹാ, കൊണ്ടുപോയി നിങ്ങളും അത് കഴിച്ചോ. അതിൽ ഞാൻ ബറക്കത്തിന് വേണ്ടി ദുആ തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ മഹദിയായ ഉമ്മു ഔസുൽ ബഗ്ഫിയ റളിയല്ലാഹു അൻഹയ്ക്ക് കിട്ടിയ റസൂലുള്ളാഹി കഴിച്ചതിന്റെ ബാക്കിയുണ്ടല്ലോ. ആ
ഭക്ഷണം അവര് കഴിച്ചു. എപ്പോഴാ? അവര് തന്നെ പറയട്ടെ, അക്കൽതു ബഖിയത ഉംരി റസൂലില്ലാ, എന്റെ ഹബീബിന്റെ കാലം, ശേഷിക്കുന്ന കാലം അത്രയും ഞാനത് കഴിച്ചു. വിലായത്തി അബീബക്കർ സിദ്ദീഖ് തങ്ങളുടെ വിലായത്ത് കാലത്തും കഴിച്ചു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തും കഴിച്ചു, ഉസ്മാൻ തങ്ങളുടെ ഭരണകാലത്തും കഴിച്ചു. അവസാന ഹത്താ കാന ഫീ അലിയിൻ വ മുആവിയ, അലി തങ്ങളുടെ കാലമെത്തിയപ്പോൾ, അലി മുആവിയ തർക്കം എടുത്തപ്പോൾ, ആ തർക്ക സമയത്ത് എന്റെ ആ പാത്രത്തില് ആ മനോഹരമായ ഭക്ഷണം അങ്ങ് തീർന്നുപോയി. സഹോദരങ്ങളെ, ബറക്കത്ത് നഷ്ടപ്പെട്ടതിന്റെ രണ്ടാമത്തെ കാരണം ഇതാണ്. അക്രമം പോലെ ഏറ്റവും പ്രധാനമാണ് തർക്കമെന്നുള്ളത്. ആയിഷ ബീവിയെ തൊട്ട് ബുഖാരിമാർ റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്താ പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇന്ന അബ്ഗളർ റിജാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള ആളുകൾ ആരെന്നറിയോ? അൽ അലദ്ദുൽ ഖസീ. അൽ അലദ്ദു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ബദ്ധവൈരികൾ, അൽ ഖസീം എന്ന് പറഞ്ഞാൽ തർക്കിക്കുന്നവര്. തർക്കം ഒഴിവാക്കുന്നവൻ അല്ലാഹു സ്വർഗത്തിൽ ഒരു വലിയ സ്ഥാനം കൊടുക്കുമെന്നല്ലേ ഹബീബ് പഠിപ്പിച്ചത്? അത് ഏത് തർക്കക്കാരന്റെ കാര്യമാണ്? താൻ പറയുന്നതാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞിട്ട്, തന്റെ ഭാഗത്താണ് ന്യായമെന്ന് തിരിച്ചറിഞ്ഞിട്ട്, താൻ പറയുന്ന കാര്യമാണ് സത്യമെന്ന് ബോധ്യമുണ്ടായിരിക്കവേ ആ തർക്കം അവൻ ഉപേക്ഷിച്ചാൽ അവനെ തർക്കിക്കാം. കാരണം ന്യായം അവന്റെ ഭാഗത്താണ്. എന്നാലും ഞാൻ തർക്കത്തിനില്ലേ ഇല്ല എന്ന് പറഞ്ഞ തർക്കം ഒഴിവാക്കിയാൽ അവന് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കുമെന്ന് ഇന്നേവരെ അസത്യത്തിന്റെ ലാഞ്ചനകൾ അതരങ്ങളിൽ നിന്ന് അടർന്നു വീഴാത്ത ആമിനയുടെ പൊന്നുമോന് അബ്ദുള്ളയുടെ തങ്കക്കുടം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് ഞാൻ പറയുന്ന ചൊവ്വാഴ്ചയാണ്. സജീർ ഉസ്താദ് പറഞ്ഞു അല്ല ബുധനാഴ്ചയാണ്. ഞാൻ പറഞ്ഞു ചൊവ്വാഴ്ചയാന്നേ. അദ്ദേഹം പറഞ്ഞു അല്ല ബുധനാഴ്ചയാന്നേ. എനിക്കും അറിയാം, ലോകത്തിനും അറിയാം ഇന്ന് ചൊവ്വാഴ്ചയാണെന്ന്. എനിക്ക് തർക്കിച്ചുകൊണ്ട് നിൽക്കാൻ ന്യായമുണ്ട്, കാരണം സത്യം എന്റെ ഭാഗത്താ. എന്നാലും ഞാൻ പറയുന്നു ശരി, ഇന്ന് ബുധനാഴ്ച തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് അല്ല തരുന്നത് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, തർക്കങ്ങൾ എന്തൊരു തർക്കമാണ്. ഒരാവശ്യമില്ലാത്ത തർക്കങ്ങൾ ഒഴിവാക്കണം. എന്തിനാ കുറെ സംസാരിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? നമുക്ക് എന്തെല്ലാം പ്രവർത്തിക്കാനുണ്ട്. അൽഹംദുലില്ലാ സജീർ ഫൈസി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട് വളരെ വളരെ, ഞാൻ എന്റെ നാട്ടുകാരനായതുകൊണ്ട് പറയുന്നതല്ല, നാട്ടുകാരനായതുകൊണ്ട് ഇച്ചിരി കുശുമ്പ് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അൽഹംദുലില്ലാ നല്ല ഒരു ഇരുന്ന പള്ളികളിലൊക്കെ ഓടി നടന്ന് അല്ലെ പ്രവർത്തിക്കാൻ നല്ല മിടുക്കന. ഇച്ചിരി ഉള്ളതുകൊണ്ട് ഇവിടെ ഓടി കയറുകയും ചെയ്യും, അതാണ് അല്ലെ. അപ്പൊ നമ്മളെപ്പോഴാണെങ്കിൽ പറ്റൂലല്ലോ. അപ്പൊ എല്ലാ പ്രവർത്തനവും അൽഹംദുലില്ലാ വളരെ ഭംഗിയായി ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് എന്നുള്ള അല്ലെങ്കിൽ സെക്രട്ടറി എന്നുള്ള അല്ലെങ്കിൽ ഇതിന്റെ അമരക്കാരൻ എന്നുള്ളതിന്റെ ആ ഒരു പദവികൾക്കപ്പുറത്ത് ഒരു മതപണ്ഡിതനാണ് എന്നുള്ള നിലയിൽ അൽഹംദുലില്ലാ നിർദ്ദേശങ്ങൾ മാനിച്ച് പിന്നെ മുഷാവറ ചെയ്ത് കാര്യങ്ങൾ റാഹത്തായി ഇവിടം വരെ എത്തി. അൽഹംദുലില്ലാ പെയിന്റ് അതുപോലെ തേയില് അതുപോലെ എല്ലാം റാഹത്താണ്. നമ്മുടെ നാട് ഒരു ഇമാമായ അങ്ങനെ വേണം. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സോടെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ അള്ളാഹു കൊടുക്കുന്ന വലിയൊരു ഭാഗ്യമാണ് ഈ ഒരു മഹല്ലത്തിന്. നമ്മളെന്നാ ജുമയ്ക്ക് 11:30 മണിക്ക് ചെല്ലും, ജുമ അടുത്ത് 3 മണിയാകുമ്പോൾ തിരിച്ചു വരും. അവിടെ ആഹാരമുണ്ട്. മഹല്ലിലെ പല മെമ്പർമാരെയും ഇപ്പോഴും നമുക്ക് തിരിച്ചറിഞ്ഞുകൂടാ. കാരണം നമ്മൾ പോകുമ്പോൾ അവർ വേറെ ജോലിക്കൊക്കെ ആയിരിക്കും. നമുക്ക് ഇവിടെ നിൽക്കാൻ സമയവും ഇല്ല, നമുക്ക് നിൽക്കാനുള്ള മനസ്സും ഇല്ല, അതിനുള്ള ഭാഗ്യം അള്ളാഹു തന്നിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ദീനി ദഅവത്തിന്റെ മേഖലകളിൽ അൽഹംദുലില്ലാ വളരെ ഭംഗിയായി നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട സജീർ ഫൈസി ഉസ്താദ് ഇരിക്കുന്നപ്പോ എന്റെ ഇവിടെ റഫീഖ് ഉസ്താദ് വന്നിട്ടുണ്ട്. അദ്ദേഹം പുറത്ത് ഇങ്ങനെ നിൽക്കുക, ഇവിടെ ഒന്ന് ഇരിക്കാനുള്ള പുറത്തുണ്ട്. മുൻ ഇമാമാണ് ഇന്നലെ പ്രസംഗിച്ച ശംസുദ്ദീൻ മന്നാനി, മുൻ ഇമാമാണ്. ശംസുദ്ദീൻ മന്നാനിയെ പറ്റി ഞാൻ കുറച്ച് ഉസ്താദിനെ പറഞ്ഞാണ്. സുകുമാർ അഴീക്കോടിന് മാത്രമേ മനസ്സിലാവും അദ്ദേഹത്തിന്റെ ഭാഷ. കാരണം അത്രയും നല്ല വാക് സാമർഥ്യവും നല്ല ഭാഷാശുദ്ധിയും നല്ല വായനാശീലമുള്ള നല്ല ഒരു ഒത്ത ഒരു നല്ലൊരു പണ്ഡിതനാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അതുപോലെ വന്ന ഉസ്താദുമാർ, ഇവിടെ ഇരുന്ന ഈ മഹാന്മാരായ ഉസ്താദുമാരൊക്കെ നല്ല വലിയ വലിയ കാര്യപ്പെട്ട ആളുകളാണ്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേര് ഇവിടെ ഇരുന്നിട്ടുണ്ട്, ഉസ്താദുമാരൊക്കെ ഒരുപാട് പേര് ഇരുന്നിട്ടുണ്ട്. അവരൊക്കെ നല്ല ആളുകളാണ്. അപ്പൊ നാട്ടില് ഒരു നിങ്ങളൊക്കെ സഹകരിക്കുന്നതിന്റെ പേരിൽ അൽഹംദുലില്ലാ നമ്മുടെ നാടിനെ ഒരു മുഖച്ഛായ മാറിയല്ലോ. അള്ളാഹു നിലനിർത്തി തരട്ടെ. തർക്കങ്ങൾ ഒഴിവാക്കി ഇങ്ങനെയാണ് ഒരു പള്ളി ഇപ്പോഴും പല സ്ഥലങ്ങളിലും മൂത്രപ്പുര കയറിയ കപ്പ് കാണൂല. എന്താ പ്രശ്നം? കമ്മിറ്റി കൂടി ആകെ പ്രശ്നമായി കപ്പ് വാങ്ങണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എങ്ങനെ മൂത്രം ഒഴിക്കുക?
നമ്മുടെ പള്ളികളൊക്കെ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷമുണ്ട്. അള്ളാഹു നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് തർക്കം ഒഴിവാക്കുക, വിശദീകരിക്കുന്നില്ല. സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ 8 മണിക്ക് തുടങ്ങിയതാണ് അല്ലേ? 8:30. ഇൻഷാ അല്ലാഹ് ഈ 2 കാര്യം കൂടെ പറയാം. ഞാൻ ഇത്ര നീട്ടിക്കൊണ്ട് പോകൂല, നാളെയും കൂടെ ഉള്ളതല്ലേ. അൽഹംദുലില്ലാഹ് ഞാനേ വൈസ് പ്രസിഡന്റ് എന്ത് ബാറ്ററി ഉള്ളതല്ല. ഞാനേ ആരും പോവരുത്. ഞാനൊരു ഒരു അതിഥിയല്ലേ, നിങ്ങളൊക്കെ അതിഥിയാണ്, നിങ്ങൾ ആതിഥേയരാണ്. നമുക്ക് പെട്ടെന്ന് പോകാം. നിങ്ങളൊക്കെ ആരും ധൃതിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ സജീർ ഉസ്താദ് എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം ഡേറ്റ് തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഈ ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ് ഒഴിവാക്കി കിടന്നതാ, കൊടുത്തു. അപ്പൊ സജീർ ഫേസി വിളിച്ചിട്ട് ചോദിച്ചു 2 ദിവസം തരാൻ പറ്റുമോ, പിന്നെ കൂടുതൽ ആളെ വിളിക്കട്ടല്ലോ. ഞാൻ പറഞ്ഞു നാളെ കാസർഗോഡ് പരിപാടിയാണ്, ഞാനൊന്ന് വിളിച്ച് കൺഫേം ആയിട്ടില്ല എങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങനെ ആവാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ശാരീരികമായ കുറച്ച് ദുർബലതകളെ വരുള്ളൂ. കാരണം ഈ പരിപാടി ഇന്ന് നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ ഞാൻ തിരൂര് പോകണം. തിരൂര് പോയി കഴിഞ്ഞാൽ വ്യാഴാഴ്ച രാത്രിയാണ് തിരൂര് കാരത്തൂർ അജ്മീർ മഖാം ഉറൂസ് എന്ന് പറയുന്ന വലിയ മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദ് അധ്യക്ഷ പ്രസംഗം നടത്തുന്ന, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പിന്നെ ആമുഖ പ്രസംഗം നടത്തുന്ന പരിപാടിയിൽ അൽഹംദുലില്ലാഹ് ഇതൊക്കെയാണ് ഒരു വലിയ ഭാഗ്യം. നമ്മൾ ആരും ഒന്നുമല്ല, അവരെ മുമ്പിലൊക്കെ പ്രസംഗിക്കാനും പേടിയാണ്. പക്ഷേ അള്ളാഹു തന്ന ഉസ്താദുമാരുടെയൊക്കെ ഗുരുത്വം നമ്മളിൽ സംപ്രീതരാണ് നമ്മുടെ ഉസ്താദുമാർ. അതുകൊണ്ടാണ്, അല്ലാതെ വല്ലാഹി സത്യം ഒന്നും ഉള്ളിൽ ഉണ്ടായിട്ടല്ല, ഇൽമൊന്നുമില്ല. നിങ്ങൾ ഒരിക്കലും ഉസ്താദിന്റെ വിനയം ഇങ്ങനെ ഒഴുകി താഴോട്ട് വന്നു. നിങ്ങളെക്കാലം എന്നെ എനിക്കറിയാന്നുള്ളത് ഞാൻ പറയാൻ. അതുകൊണ്ട് ഉസ്താദുമാരുടെയും മാതാപിതാക്കളുടെയും ഗുരുത്വം, പൊരുത്തം, സംതൃപ്തി, ദുആ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. ഇല്ലെങ്കിൽ എപ്പോഴും വീണ് പോയാനേ. അത് കഴിഞ്ഞ് നേരെ വെള്ളിയാഴ്ച രാവിലെ എത്തിയ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഷാർജയിൽ ഒരു പരിപാടിയാണ്. ആ ഷാർജയിലെ പരിപാടിക്ക് പോയി തിങ്കളാഴ്ച വന്ന നേരെ കൊടുവള്ളിയില്ല. അപ്പൊ നമ്മളിങ്ങനെ ഈ പരിപാടി നടത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന നിങ്ങളുടെയൊക്കെ ദുആ, ആ ദുആ കൊണ്ടാണ് നമുക്ക് ഈ യാത്രയ്ക്ക്, അല്ലെങ്കിൽ ഈ യാത്രയെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ആകെ തളർന്നു പോവാൻ. അപ്പൊ 2 ദിവസം ഈ പരിപാടി തന്നു. ഈ 2 ദിവസത്തെ പരിപാടി അൽഹംദുലില്ലാഹ് നാളെയുണ്ട്. നാളെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് കൂടുതൽ സമയമുണ്ട്. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പോകാം. അതുകൊണ്ട് 10:30 ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കും. അതിനു മുമ്പ് ഞാൻ പറയുന്നു, മൂന്നാമതായി നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന 3ാമത്തെ കാര്യം ഏതെന്നറിയോ? അതേതാ? ഇന്നലെ ഒരു പക്ഷേ ബഹുമാനപ്പെട്ട ഇലവുപാലം ശംസുദ്ദീൻ മന്നാനി ഉസ്താദ് അവர்கள் പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ അനുമാനിക്കുന്നു. ചില ഭാഗങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നറിയാൻ കഴിഞ്ഞു. എന്താണ് അല്ലാഹു പറഞ്ഞത്? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല ഒരു മനുഷ്യന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ആ കാര്യത്തെ പറ്റി അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ്സമാഇ വൽ അർള്. അല്ലാഹു പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സബ എന്ന് പറയുന്ന അധ്യായത്തിലൂടെ അല്ലാഹു പറയുകയാണ്, വലൗ അന്ന അഹ്ലൽ ഖുറാ, ഒരു ഗ്രാമത്തിലെ ആളുകൾ, അതെ ഈ ചെറുകുളം ചുണ്ട എന്ന് പറയുന്ന ഗ്രാമത്തിലെ ആളുകൾ, ഈ ആമനൂ വത്തഖൂ, അവര് ഈമാനുള്ളവരും തഖ്വയുള്ളവരുമായാൽ, അവര് വിശ്വാസികളും അതുപോലെ സൂക്ഷ്മതയുള്ളവരുമായാൽ, ലഫതഹ്നാ അലൈഹിം, അവരുടെ മേൽ അല്ലാഹു പറയുന്നു, നാം തുറക്കുന്നതാ, നാം കനിഞ്ഞരുളുന്നതാ, ബറകാതിൻ മിനസ്സമാഇ വൽ അർള്, ആകാശഭൂമികളിൽ നിന്ന് അല്ലാഹു സമൃദ്ധി, അല്ലാഹു ബറക്കത്ത് നമുക്ക് തുറന്നു തരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, അതുകൊണ്ട് മുറുകെ പിടിക്കേണ്ടത് ഈമാനിന് പുറമെ തഖ്വയാ, സൂക്ഷ്മതയാ നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. സൂക്ഷ്മത എവിടെയാണ്? ജനമധ്യത്തിലല്ല സൂക്ഷ്മത വേണ്ടത്. ആളുകൾ നിൽക്കുമ്പം ഞാൻ വലിയ മുത്തഖിയാ, പക്ഷെ ഞാൻ മുത്തഖിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് എപ്പോഴാ? റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാ, ആരുമില്ലാത്ത സമയത്ത് ഒറ്റയ്ക്കിരുന്ന് എനിക്ക് കരയാൻ പറ്റണം. ആരുമില്ലാത്ത സമയത്ത് എന്റെ സ്വകാര്യ ജീവിതത്തിന്റെ, എന്റെ നിഗൂഢമായ നിമിഷങ്ങളില്, എന്റെ ഗോപ്യമായ സമയങ്ങളില്, എന്റെ ജീവിത
ജീവിതത്തെ ഞാൻ തഖ്വയിൽ അധിഷ്ഠിതമാക്കിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ നമുക്ക് അല്ലാഹു തരുന്നത് എന്തെന്നറിയോ? ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർള്. ആകാശഭൂമികളിൽ നിന്ന് അല്ലാഹു ബറക്കത്ത് സമൃദ്ധമാക്കി തരുമെന്നാണ്. തഖ്വ ഉണ്ടാകണം. എന്താ തഖ്വ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രഹസ്യമായി വേണ്ട കാര്യമാണ് തഖ്വ. പരസ്യമാകിട്ട് നമ്മളെക്കാൾ വലിയൊരു മുത്തഖി വേറെ ഉണ്ടാവൂല. പക്ഷെ ഒറ്റക്കിരിക്കുമ്പോ, ഏകനായിരിക്കുമ്പോ, സ്വകാര്യ നിമിഷങ്ങളിൽ നിനക്ക് അല്ലാഹനെ സൂക്ഷിക്കാൻ കഴിയോ? ഞാൻ പേര് മറന്നുപോയി, ഒരു വലിയ മഹാൻ. അദ്ദേഹത്തിന്റെ നാട്ടിൽ ഇമാം അബൂ ഹനീഫയാണോ എന്ന് എനിക്കൊരു ആശങ്കയുണ്ട്. സഹോദരങ്ങളെ, എവിടെയോ വായിച്ചു പോയത് ഓർക്കുകയാണ്. ആ നാട്ടിലെ ഒരു ആട് മോഷണം പോയി. തഖ്വ ഉണ്ടാകേണ്ട രീതി പറഞ്ഞുതരാം, കേട്ടോളി. നമ്മൾ ചിന്തിക്കുക, അല്ലാഹ് അവരും മുത്തഖി, നമ്മളും മുത്തഖി. നമ്മൾ മുത്തഖിയാ, ചാരിയിരിക്കുന്നവൻ. അവര് മുത്തഖിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ആട് മോഷണം പോയി നാട്ടിൽ നിന്ന്. നമ്മള് നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധി എത്ര, അതിന്റെ തോത് മനസ്സിലാക്ക്. ആ നാട്ടിലെ ആട് മോഷണം പോയപ്പോ ആ ഇമാമ പെട്ടെന്നിറങ്ങി. എന്തിനാ ഇറങ്ങിയത്? ആടിനെ പിടിച്ചോണ്ട് വരാനല്ല. ആ നാട്ടില് ആട് ബിസിനസ് ഉള്ള, ആടുമായി നല്ല പരിചയമുള്ള ഒരാളെടുത്ത് എന്നിട്ട് ചോദിച്ചു, ശരാശരി ഒരാട് എത്ര കൊല്ലം ജീവിക്കും? അതാ ചോദിച്ചത്. എത്ര കൊല്ലമാണ് അറിയോ? ഒരാട് ശരാശരി എത്ര വയസ്സ് വരെ ജീവിക്കും? മരിക്കുന്നവരെ ഒരാട് എത്ര വർഷം ജീവിക്കും? 7 വർഷം ഒന്ന് മറുപടി കിട്ടി. 7 പോയിട്ട് 1.5 വയസ്സ് നിർത്തിയാൽ നമ്മളെ കൂത്തി മലത്ത് കളയും. ആടങ്ങനെയാണ്, ശാന്തതയുള്ള ജീവിയാണ്. പക്ഷേ പ്രായം കൂടുന്തോറും മൂപ്പ് കൂടും. അതിനും 7 വയസ്സ് വരെയാണ് ആടിന്റെ ആയുസ് എന്ന് പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹാനായ മനുഷ്യൻ സുബ്ഹാനല്ലാഹ് 7 വർഷക്കാലം ആ ദിവസം മുതൽ എണ്ണിയിട്ട് 7 വർഷ ചാന്ദ്രീക മാസമനുസരിച്ച് 7 വർഷക്കാലം അദ്ദേഹം ആട്ടിറച്ചി കഴിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നറിയോ? അദ്ദേഹം ചിന്തിക്കുകയാണ്, മോഷ്ടിക്കപ്പെട്ട ആടാണെങ്കിലും നമ്മളല്ലല്ലോ മോഷ്ടിച്ചത്. പക്ഷേ മഹാനവറുകൾക്ക് അത് പോരാ. മോഷ്ടിക്കപ്പെട്ട ആടാണെങ്കിലോ ഞാൻ കഴിക്കുന്നത് അതെനിക്ക് സഹിക്കൂല. എന്റെ ഇബാദത്തുകൾക്ക് നഷ്ടം വരും, എന്റെ ജീവിതത്തിൽ ബറക്കത്തില്ലാതെ പോകും. അതുകൊണ്ട് വേണ്ട എന്ന് തീരുമാനിച്ചു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഹാനവറുകൾക്ക് കുറച്ച് തൈരിന്റെ ആവശ്യം വന്നു. അങ്ങനെ ബന്ധുക്കൾ തൈര് കൊണ്ട് കൊടുത്തപ്പോൾ ആ തൈരെടുത്ത് കയ്യിലേക്ക് വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് ഉറപ്പില്ല, ഇത് ശുബ്ഹാത്തിന്റെ മുതലാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ബന്ധുക്കൾ ആ തൈര് കൊണ്ട് കളയാൻ അവർക്കൊരു മടിയാണ്. അവർ ചോദിച്ചു, ഞങ്ങളിത് പാവങ്ങൾക്ക് കൊടുക്കട്ടെ? കൊടുത്തോളൂ, പക്ഷേ ഞാൻ നിരസിച്ചതാണെന്ന് പറഞ്ഞിട്ട് വേണം കൊടുക്കാ. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ നാട്ടുകാരുടെ മുമ്പിൽ ചെന്നിട്ട്, പാവപ്പെട്ട പട്ടിണി പേക്കോലങ്ങളുടെ ഗല്ലികളിൽ ചെന്നിട്ട്, കോളനികളിൽ ചെന്നിട്ട് ആളുകളോട് ചോദിച്ചു, തൈര് വേണോ? ഓടി വരികയാണ് തൈര് വാങ്ങാ. ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് തൈര് വാങ്ങാമെന്നപ്പോ ആളുകളോട് പറഞ്ഞു, ഇത് ഇമാം അഹ്മദ് നിരസിച്ചതാണ്. എന്താ നിരസിക്കാൻ കാരണം? ഇതിലെന്തോ സംശയം മൂപ്പർക്കുണ്ട്, അതുകൊണ്ടാ. എന്നാ ഞങ്ങൾക്കും വേണ്ട, പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാൽ ഞങ്ങൾക്കത് വേണ്ട. പ്രിയപ്പെട്ടവരെ, ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ വീട്ടുകാര് അവരിൽ നിന്ന് തൈരാരും സ്വീകരിക്കാതെ വന്നപ്പോൾ അവർ കൊണ്ടുവന്ന് ദേഷ്യപ്പെട്ടിട്ട് കടലിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു. വീടിന്റെ കോലായിൽ കാത്തിരിക്കുകയാണ് അഹ്മദ് ബിൻ ഹംബല്. ആരാണ് മദ്ഹബ് വേണ്ടെന്ന് പറയുന്നവർക്ക് ഈ അഹ്മദ് ബിൻ ഹംബല് ഹംബലി മദ്ഹബിന്റെ ഇമാമാണ്. ആ മദ്ഹബിന്റെ ഇമാമാണ്. ചിന്തിച്ചു നോക്കണേ സഹോദരങ്ങളെ, സൂക്ഷ്മതയുള്ള ജീവിതത്തിന്റെ ശകലങ്ങളിൽ നിന്ന് ഒന്നായത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചോദിച്ചു, നിങ്ങൾ തൈരെന്താ ചെയ്തത്? ഞങ്ങൾ കടലിലെറിഞ്ഞു എന്ന് പറഞ്ഞു. ആ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ മരിക്കുന്നത് വരെ മത്സ്യം കഴിച്ചിട്ടില്ല.
അദ്ദേഹം പറയുന്നത് എന്തെന്നറിയോ? ഈ തൈര് കഴിച്ച മത്സ്യമാണെങ്കിലോ ഞാൻ കഴിക്കുന്നത് അതും ഹറാമാണെന്ന് ഉറപ്പില്ല, ശുബ്ഹാത്തിൽപ്പെട്ടതാണ്. എന്നാലും വേണ്ട, അല്ലെങ്കിൽ തന്നെ നിങ്ങളല്ലല്ലോ അത് ഹറാമാണെന്ന് ഉറപ്പില്ലല്ലോ, അല്ലെങ്കിൽ ഈ തൈര് കുടിച്ച മത്സ്യമാകൂലല്ലോ, അല്ലെങ്കിൽ കടലിൽ കായങ്കലക്ക് ഇതുപോലെ കുറച്ച് ഒരു കപ്പ് തൈരൊഴിച്ചാൽ എന്താകാനാ? പർവ്വത സമാനമായ തിരമാലകൾ വന്ന് അടിച്ചു വീശുന്ന ഈ കടലില് എന്താകാനാണ്? എന്നാലും എനിക്കിനി മരിക്കുമ്പേ എനിക്ക് മത്സ്യം വേണ്ട, എന്റെ ജീവിതത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടാലോ? അതാണ് അല്ലാഹ് പറഞ്ഞത്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർള്. ആകാശഭൂമികളിൽ നിന്ന് ബറക്കത്ത് സമൃദ്ധമാകണോ? ഒരു നാട്ടുകാര്, ഗ്രാമക്കാർ, ചെറുകുളക്കാർ മുഴുവനും ഈമാൻ തഖ്വയും ഉള്ളവരായിരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മൂന്നാമത്തെ കാര്യം, ഇനി ബറക്കത്ത് ഉണ്ടാവാൻ നാലാമത്തെ കാര്യം പറയുന്നതിന് മുമ്പ് കുറെ നേരം കൊണ്ട് ജുബ്ബയിൽ വലി തുടങ്ങി. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഒരു ബക്കറ്റ് കളക്ഷൻ കൂടെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് നമ്മുടെ ഈ ബക്കറ്റിൽ ഇടുന്നത് പള്ളിയുമായി ബന്ധപ്പെട്ടതല്ല. ഓരോ ദിവസം ചെലവുണ്ടല്ലോ, മൈക്ക്, അതുപോലെ തന്നെ നമ്മുടെ ലൈവ് തങ്ങളാട്ടോ. ഞാൻ തങ്ങളാണെന്ന് അവർ കരുതൂടായിരുന്നു, അത് തങ്ങളാ. അപ്പോൾ സജീർ വൈസി ഉസ്താദ് അല്ല തങ്ങളായിരുന്നു, ഞാൻ പറഞ്ഞത് തങ്ങളാണ്. അൽഹംദുലില്ലാ. അപ്പൊ ഏതായിരുന്നാലും നമ്മുടെ ഈ സദസ്സിന്റെ വിജയത്തിനു വേണ്ടിയാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ നീയത്ത് വെക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മനസ്സിൽ നീയത്ത് വെച്ചോളി. എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും, അതിന്റെ സാക്ഷാത്കാരത്തിനു വേണ്ടി നീയത്താക്കിയിട്ട് ഈ ബക്കറ്റിൽ ഇൻഷാ അല്ലാഹ് ഒരു ഹദിയ നിക്ഷേപിക്കണം. അള്ളാഹു ജാരിയായി സ്വതക്കൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നും അള്ളാഹ്ക്കറിയാം, പോക്കറ്റിലുള്ള നോട്ട് ഏതാണെന്നും അള്ളാഹ്ക്കറിയാം. ഈ ഗാന്ധിജിയെ 9 തവണ പോസ്റ്റ്മോർട്ടം ചെയ്ത കീറി ഒട്ടിച്ച 10 നോട്ടൊന്നും എടുത്തിടരുത്. നല്ലത് കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണം. ഇൻഷാ അല്ലാഹ് നല്ലത് തന്നെ കൊടുക്കണം, നല്ല നിലയിൽ സഹകരിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു ജാരിയായ സ്വതക്കയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാ. അല്ല, നേരത്തെ ഒരു സഹോദരൻ കയറിയപ്പോൾ ഒരു സംഭാവന 500 രൂപയാ, അത് അദ്ദേഹത്തിന്റെ കണക്കായിട്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഞാൻ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ തന്നത് 500 രൂപ. അത് ഇട്ടിട്ടുണ്ട് മാമ കേട്ടോ. അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ, എല്ലാ സൗഭാഗ്യങ്ങളും അള്ളാഹു വർദ്ധിപ്പിച്ച് തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാലാമത്തെ കാര്യം ഞാൻ ചുരുക്കി പറയാൻ. 10:30 മണിക്ക് നമുക്ക് ഇത് അവസാനിപ്പിച്ച് 10:45 ദുആ ചെയ്ത് പിരിയണം. നാളെ കൃത്യം ഈ സമയത്ത് തന്നെ ഇൻഷാ അല്ലാഹ് 8:15 നമ്മൾ എത്തണം. ദുആ ചെയ്ത് 8:30 മണിക്ക് പ്രസംഗം ആരംഭിക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നാലാമത്തെ കാര്യം ഏതെന്നറിയോ? ഇത് ശ്രദ്ധിക്കണം. ഇന്നത്തെ രാത്രി മുതൽ ഇതെല്ലാം അമൽ ചെയ്യാനുള്ളതാണ്. മറക്കരുത്. തർക്കം ഒഴിവാക്കുക, അക്രമം ഒഴിവാക്കുക, അതുപോലെ തന്നെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക. നാലാമത്തേത് ബറക്കത്ത് നഷ്ടപ്പെടാതിരിക്കാൻ. എന്നിട്ട് നമ്മൾ ദുആരക്കണം, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. അല്ലാഹു ബറക്കത്ത് തരും. നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു ബറക്കത്തിലാക്കി നമ്മളും അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. ഒരു പരസ്പര സഹകരണമാണിത്. അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് അല്ലാഹു തരൂ. അങ്ങോട്ട് 2 വാതിലുണ്ട് ആകാശത്തിൽ നമുക്ക് ഓരോരുത്തർക്ക്. ഇപ്പോ നവാസ് ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന എനിക്ക് 2 വാതിലുണ്ട്. സജീർ ബിൻ ജമാലുദ്ദീൻ എന്ന് പറയുന്ന ഒരു വാതിലുണ്ട്. ആ ഒരു 2 വാതിലുണ്ട്. ഇത് ഹദീസാണ്, ഞാൻ പറയുന്നതല്ല. എനിക്ക് 2 വാതിലാണ് ആകാശത്തില്. മഫ്തുഹാനി ബാബാനി മഫ്തുഹാൻ, 2 ഡോറുകൾ ആകാശത്തിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നില് യൻസിൽ അർസാഖുഹും, ഒരാളുടെ റിസ്ക് ഇറങ്ങുന്ന വാതില്. പിന്നെയോ യർഫഉ അഅമാലുഹും, അങ്ങോട്ട് അമലുകൾ കയറി പോകുന്ന വാതില്. എപ്പോഴും ഇങ്ങോട്ടുള്ള റിസ്ക് അല്ലാഹു തആല അതിന്റെ വാതിൽ അടയ്ക്കുവോ, അങ്ങോട്ടുള്ള അമലിന്റെ വാതിലും അല്ലാഹു അടയ്ക്കും. എന്ന് പറഞ്ഞാൽ മരിക്കുവോ എന്നർത്ഥം. ഒരു ഡോറ് മാത്രം അല്ലാഹു തുറന്നിടൂല. അല്ലാഹു ഇങ്ങോട്ട് ഇറക്കാൻ ഒരു വാതില്, അങ്ങോട്ട് അമലുകൾ കയറി പോകാൻ ഒരു വാതില്. ബാബാനി മഫ്തുഹാനി, ഓരോരുത്തർക്കും ഈ 2 വാതിലുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സഹകരണം അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം. അതെ, അല്ലാഹു തൗഫീക്ക് തരട്ടെ. നാലാമത്തേത്, ഇത് ശ്രദ്ധയോടെ കേൾക്കുക. നാലാമത്തേത്, ബറക്കത്തില്ലാതെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്നും ബറക്കത്ത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? ആരംഭപ്പൂവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കുല്ലു അമലിൻ ലം യുബ്ദഅ ബിഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏതൊരു കാര്യം ബിസ്മി കൊണ്ട് തുടങ്ങുന്നുവോ, ആ ബിസ്മി കൊണ്ട് തുടങ്ങിയില്ലയോ, ബിസ്മി ചൊല്ലാതെ ഏതൊരു കാര്യം തുടങ്ങിയോ, ഫഹുവ മഖ്തൂഉം മിനൽ ഖൈരി വൽ ബറക.
എത്ര വ്യക്തമാണ് ഇസ്ലാമിന്റെ നയങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ അതിൽ ബറക്കത്തുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് വെള്ളം കുടിച്ചാൽ ബറക്കത്തുണ്ട്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ് എന്ന് പറഞ്ഞ് ബാത്റൂമിൽ കയറിയാൽ ആ പോകുന്ന കാര്യത്തിന് അല്ലാഹു തആല ബറക്കത്ത് തരും. അതുപോലെ ഭാര്യയെ സമീപിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് സമീപിച്ചില്ലെങ്കിൽ അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങള് കഞ്ചാവിനും മദ്യത്തിനും അത് മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകും, സംശയമില്ല. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, കുല്ലു അമലിന് ഏതൊരു അമലായാൽ ലം യുബ്ദ ബിഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആ കാര്യം തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ ഫഹുവ മഖ്തൂഉൻ മിനൽ ഖൈരി വൽ ബറക, ആ കാര്യം ബറക്കത്ത് രഹിതമാണ്. സഹോദരങ്ങളെ, ബിസ്മിയുണ്ടെങ്കിൽ ആ ബിസ്മിയുടെ പവർ നമുക്ക് ജീവിതത്തിൽ ഇരുലോകത്തും വിജയിക്കാം, പരലോകത്തും വിജയിക്കാം. മഹാനായ സോളമൻ ചക്രവർത്തി എന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം ബൽഖീസിന്റെ കൊട്ടാരവും അതിന്റെ ചുറ്റുവട്ടവും ഇസ്ലാമിന്റെ പരിശുദ്ധമായ അധീനതയിലേക്ക് കടന്നു വരുന്നതിനെ പറ്റി ഖുർആനിൽ അധ്യായങ്ങളിൽ ആയാത്തുകൾ പരന്നു കിടക്കുകയാ. ആ സമയത്ത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ ഹുദ്ഹുദ് എന്ന് പറയുന്ന മരംകൊത്തിയെ പറഞ്ഞു വിടുകയാ. ആ സമയത്ത് മരംകൊത്തി പറന്നുയരുന്നത് എന്തുമായിട്ടാണ്? ഒരു കത്തെഴുതി കൊടുക്കുകയാണ്, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്, ഇസ്ലാമിലേക്ക് നിങ്ങൾ വരണമെന്ന് പറഞ്ഞ ക്ഷണക്കത്താണ്. സുലൈമാൻ നബിയുടെ ഉത്തരവാദിത്വം ദൗത്യം നിർവഹിക്കുകയാണ്. ആ സമയത്ത് ആ കത്തും വാങ്ങിയിട്ട് ഹുദ്ഹുദ് ഇങ്ങനെ പറന്നുയരുമ്പോ പറവകൾ മുഴുവനും അടുത്തെത്തിയില്ലേ. എന്നിട്ട് ആ പറവകൾ ഹുദ്ഹുദിന്റെ ഭാഷയിൽ പറഞ്ഞതെന്തെന്നറിയോ? എങ്ങോട്ടാ നീ പോകുന്നത്? ബൽഖീസ് റാണിയെ പറ്റി നിനക്കറിയാത്തത് കൊണ്ടാ. അവിടുത്തെ സൈന്യത്തിന്റെ കയ്യില് അമ്പുണ്ട്, നിന്നെ അമ്പെറിഞ്ഞ് കൊല്ലുന്നതാ, വില്ലിൽ കൊലയ്ക്കുന്ന അമ്പുകൾ നിന്റെ ശരീരത്തിൽ വന്ന് പതിക്കുന്നതാ, അതുകൊണ്ട് സൂക്ഷിക്കണേ എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, ഹുദ്ഹുദ് എന്താ പറഞ്ഞതെന്നറിയോ? സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കത്തുമായി പറന്നുയരുന്ന ഹുദ്ഹുദ് എന്താ പറഞ്ഞത്? ഞാനെന്തിനാണ് പേടിക്കുന്നത്? ഞാനെന്തിനാണ് ഭയക്കുന്നത്? ഈ കത്തെഴുതിയ സുലൈമാൻ നബി അലൈഹിസ്സലാം എന്റെ യജമാനന് കത്തെഴുതുമ്പോൾ അതിന്റെ ആദ്യം എഴുതിയത് എന്തെന്നറിയോ? വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംലിൽ അല്ലാഹു പറഞ്ഞല്ലോ, സൂറത്തു തൗബയിൽ അല്ലാഹു ആദ്യം ബിസ്മി ഒഴിവാക്കിയപ്പോൾ അത് പരിഹരിച്ചുകൊണ്ട് സൂറത്തുൻ നംലിന്റെ മധ്യഭാഗത്തോട് അല്ലാഹു പരിഹരിക്കുകയാ. അല്ലാഹു പറഞ്ഞത് എന്താണ്? ഇന്നഹു മിൻ സുലൈമാൻ, ഇന്നഹു മിൻ സുലൈമാൻ വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുദ്ഹുദ് മറ്റു പറവകളോട് പറയുകയാണ്, എപ്പറമ്പെറിഞ്ഞാലും ഞാൻ കൊല്ലപ്പെടൂല, എന്തെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും എന്റെ ഒരു തൂവൽ പോലും നശിപ്പിക്കപ്പെടൂല. കാരണം എന്തെന്നറിയോ? കത്തിന്റെ മുകളിൽ ഉണ്ട് ബിസ്മില്ലാഹി, അതുകൊണ്ട് ഞെട്ടും ഏവനും വല്ലാഹി. കത്തിന്റെ മുകളിൽ ഉണ്ട് ബിസ്മില്ലാഹി, അതു കണ്ട് ഞെട്ടും ഏവനും വല്ലാഹി. സഹോദരങ്ങളെ, സുലൈമാൻ നബിയുടെ ഹുദ്ഹുദ് നാം രംഗത്ത് പറന്നു പോകുമ്പോൾ ഉള്ളിന്റെ ആത്മസംതൃപ്തി എന്തെന്നറിയോ? ആ കൊണ്ടുപോകുന്ന കത്തിൽ എഴുതിയിരിക്കുന്ന ബിസ്മില്ലാ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടതുകാല് വെച്ചിറങ്ങ്, വലതുകാല് വെച്ചല്ല ഇറങ്ങേണ്ടത്, ഇടതുകാല് വെച്ചിറങ്ങ്. എന്നിട്ട് നീ വാഹനം കയറുമ്പോ വലതുകാല് വെച്ച് കയറ്. എന്നിട്ട് നീ എന്താണ് പറയേണ്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാനിതാ പോവുകയാ. വിശുദ്ധ ഖുർആൻ മുഴുവൻ വേദഗ്രന്ഥങ്ങളുടെയും സമാഹാരം വിശുദ്ധമായ ഖുർആൻ
ഖുർആനിലുണ്ടത്രേ. ഖുർആനിലെ മുഴുവൻ സാരാംശവും സൂറത്തുൽ ഫാത്തിഹയിലുണ്ടത്രേ. സൂറത്തുൽ ഫാത്തിഹയിലെ മുഴുവൻ സാരാംശവും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിലുണ്ടത്രേ. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിലെ മുഴുവൻ ആശയവും സാരാംശവും ആ ബാ എന്ന് പറയുന്ന അക്ഷരത്തിലുണ്ടത്രേ. അതുകൊണ്ടാണ് പറയുന്നത് ബീകാനമാക്കാൻ ബി കൊണ്ടാണ് ലോകം മുഴുവനും നടക്കുന്നത്. ബി കൊണ്ടാണ് നടക്കേണ്ടത്. ബി കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ. ഈ ബി ഏതാണ്? ഈ ബ ഏതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലോകത്തൊരു പൊന്നുമോരി ശരീരപ്പ് തൊടാൻ അനുവദിക്കാതെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരെ കൊണ്ട് സംരക്ഷിക്കാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയുന്ന ഒരേ ഒരു മന്ത്രം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് കണ്ടിട്ട് 10,000-കണക്കിന് സൈന്യത്തിന്റെ 10,000-കണക്കിന് വില്ലുകൾ വളഞ്ഞു പോയെങ്കിൽ, അമ്പുകൾ ലക്ഷ്യസ്ഥാനത്തെത്താതെ അത് തലകുനിച്ചു പോയെങ്കിൽ ലോകത്ത് ഒന്നും സംഭവിക്കില്ല. നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ ആളുകളായി മാറണം. നമ്മുടെ മക്കളെ ആ രീതിയിൽ നടത്തണം. ബിസ്മില്ലാത്ത ജീവിതത്തിൽ എന്താ ഉള്ളത്? ഏറ്റവും അങ്ങേറ്റം ബാത്റൂമിൽ കയറുമ്പോഴും ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുതി വൽ ഖബായിസ്. ബിസ്മില്ലാതെ ഒന്നുമില്ല. ഇന്ന് മുതൽ ബിസ്മിയുടെ ആളുകളായിക്കോളെ. ഒരാൾക്ക് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. ഈമാൻ ടെസ്റ്റ് ആണെങ്കിൽ നടക്കൂല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.